നവാഗത സംവിധായകനായ രജീഷ് വി രാജ സംവിധാനം ചെയ്ത പട്ടം ഇന്ന് റിലീസാവുകയാണ്. ഒത്തിരി പുതുമുഖങ്ങൾ അടങ്ങുന്ന സിനിമയാണിത്. പ്രേക്ഷകരോട് സിനിമയുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. സിനിമ കൊള്ളാൻ നല്ല സിനിമയാണ്. ഇപ്പോൾ 2024 ഇറങ്ങാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. പിന്നെ മേക്കിങ്ങിൽ ഒരു ചെറിയ വിഷയമൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഹേമ കമ്മീഷൻ്റെ ഒക്കെ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ, അപ്പോഴൊരു ലിങ്ക്ഡ് ഉണ്ട് ഇതിനകത്ത്, ലിങ്കായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ സ്ത്രീകളുടെ നേരെ വരുന്നതിനെ കൊല്ലുക തന്നെ ചെയ്യുക, അല്ലേ? അതായത് സ്ത്രീകൾക്ക് എത്രയൊക്കെ പറഞ്ഞിരുന്നാലും മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. അത് ഈ സിനിമയിൽ കൂടെ കണ്ടപ്പോൾ തോന്നി കൊല്ലുക. നല്ല പടം, ഒരു പുതിയ സംവിധായകൻ്റെ ഉദയം, കൊള്ളാം, നന്നായിരിക്കുന്നു. കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആ വില്ലനെ കൊല്ലുന്നത് ഇന്നത്തെ പോലീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ ക്രിമിനലുകളെ അപേക്ഷിച്ചേ അങ്ങനെ ചെയ്യേണ്ടത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടമായിരുന്നു. ഓക്കെ, നന്നായിട്ടുണ്ട്. അതിൽ ഒരു ആക്ടറും കൂടെയാണ് ഞാൻ. ക്യാരക്ടർ കോളേജിലെ അധ്യാപകനായിട്ടാണ്. ഇപ്പോൾ കോളേജിൽ നടക്കുന്ന, ക്യാമ്പസിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ സംവിധായകൻ രാജേഷ് വി രാജ ഉണ്ട്. ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഫാമിലിക്ക് യാതൊരു മോശപ്പെട്ട യാതൊന്നുമില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ. ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തന്നെയാണ്. അത് മൊത്തത്തിലൊരു ആൾക്കാരുടെ ഇടയിലേക്ക് നല്ലൊരു സന്ദേശം കൊടുക്കുന്നതാണ്. നമ്മൾ കുറച്ച് ബിവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. നല്ലൊരു ഫിലിം, നല്ല രസമാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ്. നല്ല രസമായിരുന്നു. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ഒരു ക്യാമ്പസ് മൂവി, കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. അതെ, നല്ല സിനിമയാണ്. കാരണം നമ്മൾ ഈ കോളേജ് ലൈഫിൽ ഓരോ കുട്ടികൾ ഒരുപാട് പ്രശ്നത്തിൽ ചെന്ന് ഇടപെടുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു സബ്ജക്റ്റാണ് നമ്മുടെ ഡയറക്ടർ രാജേഷും അതുപോലെ തന്നെ മറ്റുള്ള അഭിനയിച്ച എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല രസമാണ്. അത് എല്ലാ അമ്മമാരും കാണേണ്ട ഒരു സിനിമയാണ് പട്ടം സിനിമ. അതെല്ലാവരും കാണണം. അത് പ്രേക്ഷകരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ സിനിമ കണ്ടിരിക്കണം, കാണാം. കുടുംബമായിട്ട് ഈ സിനിമ കാണേണ്ട ഏറ്റവും അത്യാവശ്യ ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ അഭിനയിച്ച ആളാണ്, അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണെന്ന് തോന്നുന്നു. കാരണം ക്ലൈമാക്സ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ക്യാരക്ടർ എൻ്റെ നല്ല ക്യാരക്ടറാണ്. സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ നല്ല ഒഴുക്കുള്ളൊരു സിനിമയാണ്. അപ്പോൾ ടോട്ടലി ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, മാത്രമല്ല ചെറിയ മെസ്സേജും ഉണ്ട് ഇതിനകത്ത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ക്ലൈമാക്സ് കഴിയുമ്പോൾ ഈ ഫാമിലി പരമായിട്ട് വരുമ്പോൾ അവർക്ക് വീട്ടിൽ പോകുമ്പോഴേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. ജസ്റ്റ് വന്ന് കണ്ടു ചിരിച്ചു അല്ലെങ്കിൽ മറ്റേ ഒരു പടം ആസ്വദിച്ചിട്ട് പോകുന്നതിന് ഉപരി ഇതിനകത്ത് ചിന്തിക്കാനൊരു സാധനം. അത്രയും ഞാൻ പറയുന്നു. ഇപ്പോൾ കണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമാണ് പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഇനിയും കാണണം. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് മൂവി. മെസ്സേജ് കൊടുക്കുന്നുണ്ട്. യുവതലമുറയ്ക്കുള്ള ഒരു മെസ്സേജ് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് മൊബൈൽ ഫോൺ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടവരാ. അൺനോൺ പേഴ്സണ് കഴിവതും മൊബൈൽ ഫോൺ കൊടുക്കരുത്. ഈ ഫിലിമിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ യൂത്ത് പിള്ളേരെല്ലാം കാണുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. വെരി ഗുഡ് മൂവി പട്ടം. ഡൗട്ട് സർ, പട്ടത്തിലെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സിനിമ കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമയാണത്. അപ്പോൾ ഈ വില്ലനായിട്ട് തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. എനിക്ക് നടനെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. അതായിരുന്നു സാധിച്ചു. അതെ അതെ, ഫിലിമിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു. അതെ അതെ അതെ. ഇപ്പോഴത്തെ കാലത്ത് ഈ പെൺപിള്ളേർക്ക് എതിരെ വന്ന അക്രമത്തിനെതിരെ ഒരു ലാസ്റ്റ് എന്തായിരുന്നാലും നമ്മുടെ കോടതിയിലൊക്കെ വിട്ട് കഴിഞ്ഞാലേ ഇതുപോലെ ഇറങ്ങി പോകില്ല. അതുപോലെ ഫയർ ചെയ്ത് തളഞ്ഞ് ഇനി അങ്ങനെ ആരും ഒന്നും ചെയ്യാതിരിക്കാൻ. അതെ, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒത്തിരി പേർക്ക് നല്ലതായിരിക്കും. ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? ഞാൻ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ അഭിനയം കൂടി അങ്ങനെ വന്നത്. അതെ, താങ്ക്സ്. സിനിമയെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പുതുമുഖങ്ങളുടെ തിരിച്ചുവരവ് കൂടിയാണ് പട്ടം എന്ന സിനിമ.
ജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു മൂവി. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം.